പ്രതീക്ഷിച്ച പൊട്ടിത്തെറിയോ എന്നതാണ് നമ്മുടെ ചോദ്യം. പ്രതീക്ഷിച്ചത് മാധ്യമങ്ങളാണ്. അതുകൊണ്ട് തന്നെ ആ പൊട്ടിത്തെറി കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി ആവർത്തിച്ച് ആരാണോ എതിർത്ത് പറയുന്നത് അവരെ തന്നെ ലക്ഷ്യമിട്ട് പലതവണ ശിവരാജൻ എന്നയാളുടെ പ്രതികരണം എത്ര തവണയാണ് സൗണ്ട് ബൈറ്റ് എല്ലാ ചാനലുകളിലും വന്നത് എന്നൊന്ന് എണ്ണമെടുക്കുന്നത് നന്നായിരിക്കും. തെരഞ്ഞെടുപ്പിന് മുൻപും ശേഷവും ഏറ്റവും കൂടുതൽ സൗണ്ട് ബൈറ്റ്സ് വന്നിരിക്കുന്നത് ദേശീയ കൗൺസിൽ അംഗമായ ശിവരാജൻ്റേതാണ്. അദ്ദേഹം ഒരിക്കൽ പറയുന്നതല്ല പിന്നീട് പറയുന്നത്. UDF പ്രവർത്തകർ ലഡുവുമായിട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നു. നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൽ അത് കിടപ്പുണ്ട്. അപ്പോൾ ശിവരാജൻ എത്രത്തോളം പാർട്ടിയോട് കൂറുള്ള ആളാണ് എന്നതാണ് അദ്ദേഹം ആദ്യം വ്യക്തമാക്കേണ്ടത്. കാരണം അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം പാർട്ടിയോടുള്ള കൂറുകൊണ്ട് പറയുന്ന കാര്യങ്ങൾ സത്യമാണെങ്കിൽ പാർട്ടി നേതൃത്വം അത് പരിശോധിക്കുകയും വേണം. കാരണം അദ്ദേഹം പറയുന്ന പേരുകളിലൊന്ന് പാലക്കാട് ചുമതലയുള്ള പാലക്കാട് ജില്ലയുടെ പ്രഭാരിയായ രഘുനാഥിനെതിരെയാണ്. അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പിൽ കാര്യമായ കോൺട്രിബ്യൂഷൻ നടത്താൻ കഴിഞ്ഞില്ല എന്ന് ശിവരാജൻ ആവർത്തിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ സൗണ്ട് ബൈറ്റ്സ് എല്ലാ ചാനലുകളും ഞാൻ മനസ്സിലാക്കുന്നത് ശിവരാജൻ്റേതാണ് വന്നത്. എല്ലാവരോടും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഇതാണ്. മാത്രമല്ല പാലക്കാടിനെ അറിയാവുന്ന അല്ലെങ്കിൽ പാലക്കാട് അത്യാവശ്യം എല്ലാ പോക്കറ്റുകളിലും ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങളുടെ ബേസ് എന്താണ് എന്നതൊക്കെ ആ പാർട്ടി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെയാണ് നഗരസഭാ അധ്യക്ഷ ഇന്ന് വന്ന് കൊടുക്കുന്ന സൗണ്ട് ബൈറ്റ്. അത് ഒരു ആലോചിച്ചുറപ്പിച്ച് എല്ലാ മാധ്യമങ്ങളുടെയും മൈക്ക് ID അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ വിളിച്ചു വരുത്താതെ അങ്ങനെ ഒരു സൗണ്ട് ബൈറ്റ് കൊടുക്കില്ല. അപ്പോൾ ആ ആലോചിച്ചുറപ്പിച്ച് നടത്തിയ പ്രതികരണങ്ങളായിട്ടാണ് ഞാൻ അതിനെ രണ്ടിനെയും കാണുന്നത്. ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കാര്യമായ പ്രതികരണങ്ങൾ നമ്മൾ നേതാക്കളിൽ നിന്ന് കാണുന്നില്ല. മാഡത്തിൻ്റെ ചർച്ചയിലടക്കം BJPയുടെ പ്രതിനിധി വന്നുമില്ല. അപ്പോൾ അങ്ങനെയുള്ള പ്രതികരണങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് പാർട്ടിയിൽ കൃത്യമായ ചർച്ച ഈ വിഷയത്തിൽ നടക്കുന്നുണ്ട് എന്നതിൻ്റെ സൂചന തന്നെയാണ്. അതായത് പാർട്ടി ഫോറങ്ങളിൽ പറയേണ്ടതും അതെല്ലാ പാർട്ടിക്കും അതെ CPIM ആയാലും കോൺഗ്രസ് ആയാലും മുസ്ലിം ലീഗ് ആയാലും BJP ആയാലും മറ്റേത് പാർട്ടി ആയാലും എല്ലാ പാർട്ടികൾക്കും അതിൻ്റേതായ ആഭ്യന്തര ഫോറങ്ങളുണ്ട്. ആ ഫോറങ്ങളിലാണ് കൃത്യമായ ചർച്ചകൾ, വിമർശനങ്ങൾ, തെറ്റിതിരുത്തൽ നടപടികൾ അതൊക്കെ നടക്കുക. അതിനു പകരം പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്ക് പോയത് പല തലകളും ഉരുളാൻ ഇടയാക്കും എന്ന് വേണം കരുതാൻ. ഇവിടെ ഉണ്ണിസാർ പറഞ്ഞ ഒരു കാര്യം ഏകദേശം ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് സംഭവ വികാസങ്ങൾ പോകുന്നത്. അതായത് ലക്ഷ്യം യഥാർത്ഥത്തിൽ C. കൃഷ്ണകുമാർ ആണോ അതോ K. സുരേന്ദ്രനാണോ എന്ന രീതിയിലാണ് അങ്ങ് ഒരു സംശയം മുന്നോട്ട് വെച്ചത്. അക്കാര്യം ആ പാർട്ടി പരിശോധിക്കുമായിരിക്കും. കാരണം പൊതുസമൂഹത്തിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം പ്രത്യേകിച്ചും K. സുരേന്ദ്രൻ്റെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉയരുന്നുണ്ടെങ്കിൽ അക്കാര്യവും പാർട്ടി പരിശോധിക്കുമായിരിക്കും. എന്തായാലും ഈ പൊട്ടിത്തെറി അത് മാധ്യമങ്ങൾ പ്രതീക്ഷിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഏറ്റവും കൂടുതലായി BJP ക്യാമ്പിലേക്ക് ചെന്നതും. കാരണം LDFിൽ നിന്ന് ഈ SDPI ബന്ധം, വർഗീയത തുടങ്ങിയ പ്രതികരണങ്ങൾ മാത്രമാണ്. പക്ഷേ പാർട്ടിക്കുള്ളിലെ ഒരു കലാപം അത് പ്രതീക്ഷിച്ചത് BJPയിലാണ്. അത് കൃത്യമായി മാധ്യമങ്ങളിൽ പ്രതികരണങ്ങളായി വരികയും ചെയ്തു. പിന്നെ നമ്മൾ പൊട്ടിത്തെറി ഇല്ല എന്ന് പറഞ്ഞ് കണ്ണട ചിരുട്ടാക്കുന്നതിന് എന്തായാലും അങ്ങനെ അന്ധമായി പറയുന്നതിനോട് എനിക്കും യോജിക്കാൻ കഴിയില്ല. പൊട്ടിത്തെറിയുണ്ട്. ആ പൊട്ടിത്തെറിയാണ് നമ്മൾ കാണുകയും ചെയ്തത്. അത് ഡിസ്പ്ലേഡ് ആയി കഴിഞ്ഞിരിക്കുന്നു. നഗരസഭയുടെ അധ്യക്ഷ തന്നെ പറയുന്നു. 28 കൗൺസിലർമാരെ ലീഡ് ചെയ്തുകൊണ്ട് ആ ഭരണം കൊണ്ടുപോകുന്ന വ്യക്തി തന്നെ പറയുന്നു. മാത്രമല്ല ഇന്ന് UDF കൗൺസിലർമാർ കൊണ്ടുവന്ന് കൊടുത്ത ലഡുവൊക്കെ അവർ കഴിക്കുന്നുണ്ട്. അപ്പോൾ അവരത് പറയുന്നത് വളരെ പ്ലെയിൻ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? അവർ നേരത്തെ സ്ഥാനാർത്ഥിയെ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടും വീണ്ടും അവർ പ്രചാരണത്തിൻ്റെയൊക്കെ മുൻനിരയിലാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്തുകൊണ്ടാണ് അവരത് പറഞ്ഞത് എന്നുള്ളത് ആത്മാർത്ഥമായി ഒരു വിലയിരുത്തലിലേക്ക് പോകേണ്ട കാര്യം തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് കൂട്ടുത്തരവാദിത്തമാണ്. അതിപ്പോൾ നമ്മുടെ ചാനലിൻ്റെ റേറ്റിംഗ് ആയാലും ഒരു തെരഞ്ഞെടുപ്പ് ഫലമായാലും അതൊക്കെ ഒരു കൂട്ടുത്തരവാദിത്തത്തിൻ്റെ ഫലമാണ്. അത് വ്യക്തി കേന്ദ്രീകൃതമല്ല. ഇപ്പോൾ ഈ ടീമിനെ നയിക്കുന്ന ആളെന്ന നിലയിൽ മാനേജിംഗ് എഡിറ്ററും MDയുമായ ആൻഡോ സാറിൻ്റെതായ ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ഇന്ന് K. സുരേന്ദ്രൻ പറഞ്ഞതുപോലെ വിജയമായാലും തോൽവിയായാലും അതിൽ ആദ്യ പ്രതികരണം നടത്തേണ്ടത് ആൻഡോ സാറാണ്. സമാനമായ രീതിയിൽ ഇന്ന് K. സുരേന്ദ്രൻ പ്രതികരണം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ധാർമ്മിക ഉത്തരവാദിത്തം എനിക്കാണ്. അതൊരു ടീം ലീഡർ ചെയ്യേണ്ട കാര്യമാണ്. ആസ് എ ടീം ലീഡർ അതൊരു നല്ല ജസ്റ്ററായിട്ടാണ് ഞാൻ കാണുന്നത്. K. സുരേന്ദ്രൻ ആ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിന്ന് നയിച്ചു. ആ തെരഞ്ഞെടുപ്പിനെ മാത്രമല്ല ചേലക്കരയും വയനാടിനെയും ഒക്കെ മുന്നിൽ നിന്ന് നയിച്ചു. അദ്ദേഹത്തിൻ്റെ ടീമിലെ തന്നെ പല ആളുകളെ 3 ഉപതെരഞ്ഞെടുപ്പുകൾക്കായി ചുമതല വിഭജിച്ച് നൽകി. അവരെല്ലാവരും കൃത്യമായി അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ എന്നത് ഇടയ്ക്കിടെ ഉറപ്പുവരുത്തി. 3 മണ്ഡലങ്ങളിലും ഒരേ സമയം നിൽക്കാൻ കഴിയില്ല എങ്കിലും ചേലക്കരയിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പോകുന്നുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ചേലക്കരയിൽ 10,000 വോട്ട് കൂടുമ്പോൾ ചേലക്കരയിലെ വോട്ടിംഗ് പെർസെൻറ്റേജ് പാർട്ടിക്ക് കൃത്യമായി പോക്കറ്റുകളിലേക്ക് കടന്നു കയറാൻ LDFിൻ്റെയും UDFിൻ്റെയും ഒക്കെ വോട്ടുകൾ ചോർത്തിയെടുത്ത് സമാഹരിക്കാൻ കഴിയുന്നത് ഇപ്പോൾ രമ്യ ഹരിദാസിന് കുറച്ചുകൂടി ഭൂരിപക്ഷം LDFിൻ്റേത് കുറച്ച് കൊണ്ടുവരാൻ കഴിയുമായിരുന്നു. BJP ഇത്രയും വോട്ട് പിടിച്ചില്ലായിരുന്നെങ്കിൽ എന്നൊക്കെയുള്ള വിലയിരുത്തലാണ് UDF നടത്തുന്നത്. യഥാർത്ഥത്തിൽ ചേലക്കരയിൽ വിജയം പ്രതീക്ഷിച്ചത് UDF ആണെങ്കിലും അവിടെ വോട്ട് വർധനയുടെ കാര്യത്തിൽ വിജയിച്ചിരിക്കുന്നത് BJPയാണ്. ഇപ്പുറത്ത് പാലക്കാട്ടെ പരാജയത്തിൻ്റെ ഒരു ഭാരം അത് സംസ്ഥാന അധ്യക്ഷൻ ഏറ്റെടുക്കുമ്പോൾ സ്വാഭാവികമായും ചേലക്കരയിലെ ഈ വോട്ട് ഉയർന്നതിൻ്റെയും ക്രെഡിറ്റ് അദ്ദേഹം ഏറ്റെടുക്കേണ്ടത്
കൊടുക്കേണ്ടതാണ്. കാരണം ഡെബിറ്റ് മാത്രം പോരല്ലോ ഒരു അക്കൗണ്ടിൽ, ക്രെഡിറ്റും വേണമല്ലോ. അപ്പോൾ കെ സുരേന്ദ്രൻ്റെ അക്കൗണ്ടിലേക്ക് ചേലക്കരയിൽ വോട്ട് ഉയർന്നതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ വയനാട് ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യുന്നേയില്ല. കെ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചതിന് അടുത്തേക്ക് തന്നെ വോട്ട് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞപ്പോഴും എത്തിക്കാൻ നവ്യ ഹരിദാസിന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും കെ സുരേന്ദ്രൻ എന്ന ലീഡറുടെ കീഴിലുള്ള ടീം തന്നെയാണ് പ്രവർത്തിച്ചത്. എം ടി രമേശ് അടക്കമുള്ള ആളുകൾ വയനാട്ടിലുണ്ടായിരുന്നല്ലോ. കെ അനീഷ് കുമാർ അടക്കമുള്ള ആളുകൾ ചേലക്കരയിലും ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ രഘുനാഥാണ് പാലക്കാട്ട് ക്യാമ്പ് ചെയ്തത്. പാലക്കാട്ടെ പ്രഭാരി രഘുനാഥാണ്. നാരായണൻ നമ്പൂതിരി ആണ് ഇലക്ഷൻ ഇൻചാർജ്. അപ്പോൾ ഓരോരുത്തർക്കും കൃത്യമായി ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ചു കൊടുത്ത ഒരു ടീം ലീഡർ, ആൻഡ്രോ സാർ ഇപ്പോൾ നമ്മളെ ഓരോരുത്തരെയും ഓരോ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നത് പോലെ ഒരു ടീം ലീഡർ എന്ന നിലയിൽ എല്ലാവർക്കും ഉത്തരവാദിത്തങ്ങൾ വിഭജിച്ചു കൊടുത്തു. ആ ഉത്തരവാദിത്തങ്ങളിൽ ഓരോരുത്തരും എത്രത്തോളം പെർഫോം ചെയ്തു എന്ന ഒരു അനാലിസിസ് നടക്കേണ്ടത് ആ പാർട്ടിയുടെ ആഭ്യന്തര ഫോറത്തിലാണ്. ആ ഒരു കണക്കെടുപ്പ് നടക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും തിരുവമ്പാടി മണ്ഡലത്തിലെ ക്രിസ്ത്യൻ കുടിയേറ്റ പ്രദേശങ്ങളിൽ വോട്ട് കൂടിയത് തിരുവമ്പാടി, കോടഞ്ചേരി പഞ്ചായത്തുകൾ ഞാൻ വെറുതെ ഒന്ന് എടുത്ത് നോക്കിയതാണ്. അതിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ വോട്ട് വർധനയുണ്ടായിട്ടുണ്ട്. 2041 അന്ന് കിട്ടിയതെങ്കിൽ ഇന്നിപ്പോൾ പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടും അവിടെ 2110. അത് ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയാണ് അല്ലേ സാർ? ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലയാണ് തിരുവമ്പാടി, കോടഞ്ചേരി പഞ്ചായത്തുകൾ. അതുപോലെ കൂടരഞ്ഞി പഞ്ചായത്ത്, കോടഞ്ചേരി പഞ്ചായത്തിൽ 1885 നിന്ന് 1921 വോട്ട് ഉയർന്നിട്ടുണ്ട്. 74-76 ബൂത്തുകളിൽ രണ്ടാം സ്ഥാനം BJPക്കാണ്. അതുമാത്രമല്ല 48-55 ബൂത്തുകളിലും രണ്ടാം സ്ഥാനത്ത് BJP-ആണ്, LDF അല്ല. ഞാൻ വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ കാര്യമാണ് പറയുന്നത്. പുതുപ്പാടി പഞ്ചായത്തിലെ 28-ാം ബൂത്ത്, മുക്കം നഗരസഭയിൽ 106, 109, 110 അങ്ങനെ കൃത്യമായ പോക്കറ്റുകളിലേക്ക് കടന്നു കയറാൻ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് കെ സുരേന്ദ്രൻ കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ അവിടെ ഉണ്ടാക്കിയിട്ട ആ ഒരു ഇൻറോഡ്സ് തന്നെയാണ്. അതിപ്പോഴും ആക്റ്റീവായി നിൽക്കുന്നു. അതിൻ്റെ അർത്ഥം അയാളൊരു മോശം ലീഡർ ആണെന്നല്ല, അല്ലെങ്കിൽ മോശം ക്യാമ്പയിനർ ആണെന്നല്ല. കൃത്യമായി ഫംഗ്ഷൻ ചെയ്യേണ്ട പഞ്ചായത്തിലേക്ക് വോട്ട് ഷെയർ വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മുൻപം പിന്നെ അതാണ് ഞാൻ പറഞ്ഞത്. കൃത്യമായി വിഷയങ്ങൾ ഉയർത്തി ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലകളിലാണ് വോട്ട് കൂടിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ബൂത്ത് തിരിച്ചുള്ള കണക്ക് കാര്യത്തിൽ എടുത്തത്. ഇവിടെ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കൂട്ടുത്തരവാദിത്തത്തോടെ എല്ലാവരിലേക്കും ഈ ചാർജുകൾ അസൈൻ ചെയ്തുകൊണ്ട് എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് അങ്ങനെ പോയ കെ സുരേന്ദ്രന് പിഴച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അദ്ദേഹം വാർത്താസമ്മേളനം നടത്തിയപ്പോൾ ആ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് സംസാരിച്ചത്. അപ്പോൾ ഒരു സി കൃഷ്ണകുമാറിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം മാത്രമല്ല, ചേലക്കരയിൽ കെ ബാലകൃഷ്ണൻ വോട്ടുയർത്തിയതിൻ്റെയും ക്രിസ്ത്യൻ കുടിയേറ്റ മേഖലകളിൽ മുനമ്പമടക്കമുള്ള വഖഫ് വിഷയം വളരെ ശക്തമായി ഉന്നയിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും കൂടുതൽ പ്രതികരണങ്ങൾ നടത്തിയത് കെ സുരേന്ദ്രനാണ്. മാത്രമല്ല സി കൃഷ്ണകുമാർ ഈ മുനമ്പത്തേക്ക് പോയതിന്റെ ഗുണം കിട്ടിയത് നവ്യ ഹരിദാസിനാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പാലക്കാട്ട് വോട്ട് ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇത് കൃത്യമായി ഈ ഒരു കുടിയേറ്റ മേഖലകളിൽ കൃത്യമായി ഇത് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടാം സ്ഥാനത്ത് LDF-നെ മറികടന്ന് BJP വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ക്രമാനുഗതമായി ഈ വോട്ട് വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആസ് എ ലീഡർ അയാളൊരു പരാജയമാണ് എന്ന് പറയാൻ എളുപ്പമാണ്. പക്ഷേ കൂട്ടുത്തരവാദിത്തോടെ ഒരു ടീമിനെ നയിക്കുമ്പോൾ ആ ടീമിൻ്റെ ഒരു പാർട്ട് ഇപ്പോൾ 4 പേർക്ക് ഒരു അസൈൻമെൻറ്റ് തരുമ്പോഴേക്കും അതിൽ 2 പേർ നന്നായി പെർഫോം ചെയ്തു, 2 പേർ നന്നായി പെർഫോം ചെയ്തില്ല എന്ന് പറയുമ്പോൾ ആ പെർഫോം ചെയ്യാത്ത ആളുകളെ തള്ളി പറയുന്നയാളല്ല ഒരു ലീഡർ. അതുകൊണ്ട് തന്നെയാണ് കെ സുരേന്ദ്രൻ ഇന്ന് നെയിമിങ്ങിലേക്ക് പോകാതിരുന്നത്. മറ്റേതൊരു പാർട്ടിയിലാണെങ്കിലും ഞാൻ മനസ്സിലാക്കുന്നു കൃത്യമായി നെയിമിങ്ങിലേക്ക് പോകും, നെയിം ഷെയ്മിങ്ങിലേക്ക് പോകും, ഇന്നയാളുടെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരും. അങ്ങനെയല്ല, അയാൾ ചെയ്തതെന്താണ്, ഞാനാണ് ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്, ധാർമ്മികമായ ഉത്തരവാദിത്തം ടീം ലീഡർ എന്ന നിലയിൽ എൻ്റേതാണ് എന്നാണ് കെ സുരേന്ദ്രൻ ഇന്ന് പറഞ്ഞത്. മാത്രമല്ല ഈ ഒരു പൊട്ടിത്തെറി എന്ന് നമ്മൾ പറയുമ്പോൾ ഈ നേതാക്കൾ പറഞ്ഞ കാര്യങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് കൂടി നോക്കണം. ഇവിടെ തൃശ്ശൂരിലാണല്ലോ ലോക്സഭാ സീറ്റ് ആദ്യമായി BJPക്ക് കിട്ടുന്നത്. താമര ചിഹ്നത്തിൽ തന്നെ കിട്ടുന്നു. സുരേഷ് ഗോപി വിജയിക്കുന്നു. സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം, സുരേഷ് ഗോപി 3ാമതാകുമെന്നാണ് അങ്ങടക്കം നിരീക്ഷിച്ചിട്ട് പ്രവചിച്ചത്. പക്ഷേ മികച്ച വിജയത്തിലേക്ക് പോയി 75,000-ന്റെ ഭൂരിപക്ഷത്തിലാണ് സുരേഷ് ഗോപി ജയിച്ചത്. അന്ന് അതിൻ്റെ ക്രെഡിറ്റ് കെ സുരേന്ദ്രൻ എടുക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിരുന്നോ? അന്ന് ഞാനാണ് ഇതിൻ്റെ ഈ വിജയം എൻ്റേതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കലും അയാളെ നിങ്ങൾ കാണില്ല. അയാൾ അങ്ങനെ ആ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നിട്ടില്ല. ഇത് പാർട്ടിയുടെ വിജയമാണ്, ടീമിൻ്റെ വിജയമാണ് എന്നാണ് പറയുന്നത്. അതൊരു ടീമിനെ നയിച്ചു കൊണ്ടുപോകുന്ന ഒരു ലീഡർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അന്നും ഈ കെ സുരേന്ദ്രൻ തന്നെ ആയിരുന്നല്ലോ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ. ഒരു സീറ്റ് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പുകഴ്ത്തലോ എന്തെങ്കിലും കണ്ടോ? ഇല്ലല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ പാലക്കാട്ട് വോട്ട് കുറഞ്ഞപ്പോൾ കെ സുരേന്ദ്രൻ മാത്രമാണ് ഉത്തരവാദി. നമ്മളടക്കം നമ്മുടെ ഫീൽഡിൽ നിന്ന് വന്ന റിപ്പോർട്ട് എന്താണ്? RSS നേരിട്ട് പ്രചാരണത്തിന് ഇറങ്ങുന്നു, RSS നേരിട്ട് നയിച്ചു. പക്ഷേ പരാജയം വരുമ്പോൾ RSS എന്നുള്ള പേരേ ഇല്ല. അവിടെ കെ സുരേന്ദ്രൻ എന്ന ഒറ്റ പേരിലേക്ക് ഒതുങ്ങുകയാണ്. RSS അവിടെ കൃത്യമായി പ്രവർത്തിച്ചിട്ടുണ്ട്, വോട്ടുകൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതൊരു ഫാക്റ്റാണ്. വീഴാതെ പോയ വോട്ടുകൾ അത് അനുഭാവികളുടെ വോട്ടാണോ അതോ നിഷ്പക്ഷരായ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങോട്ട് വോട്ട് ചെയ്ത ആളുകളുടെ വോട്ടാണോ? അതെന്തുകൊണ്ട് പോൾ ചെയ്യപ്പെടാതെ പോയി? അവർ വോട്ട് ചെയ്യാതെ വീട്ടിലിരിക്കാൻ എന്തുകൊണ്ട് തീരുമാനിച്ചു? അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് അവരെ എത്തിച്ചതാരാണ്? അങ്ങനെ ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് പോകണം. അതാ എൻറ്റയർ ടീമിൻ്റെയും പെർഫോമൻസ് ഓഡിറ്റാണ് നടത്തേണ്ടത്. ആസ് എ ലീഡർ ഇനി കെ സുരേന്ദ്രൻ ചെയ്യേണ്ടത് അതാണ്, പെർഫോമൻസ് ഓഡിറ്റ് നടത്തണം. ഇവിടെ ഈ തിരുവല്ലാമലക്കാരൻ കെ ബാലകൃഷ്ണന് വേണ്ടി തൃശ്ശൂരിലെ ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ ആക്റ്റീവായി നിന്നതുപോലെ മറ്റിടങ്ങളിൽ നിന്നിട്ടുണ്ടോ? എല്ലാവരുടെയും ഒരു പെർഫോമൻസ് ഓഡിറ്റ് വരട്ടെ. അപ്പോൾ കൃത്യമായി അത് മനസ്സിലാക്കാൻ കഴിയും. പാലക്കാട്ടെ സി കൃഷ്ണകുമാറിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യാതെ ആ പാർട്ടി ചെയ്യേണ്ടത് അതുതന്നെയാണ്. ഇവിടെ നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് പാർലമെന്ററി ബോർഡാണ്. എല്ലാ തവണയും ചെയ്യുന്നത് പോലെ പാർലമെന്ററി ബോർഡ് തന്നെയാണ്
BJP-യുടെ ഒരു സംവിധാനം അനുസരിച്ച് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നത്. ഏത് മണ്ഡലത്തിലായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും 20 മണ്ഡലങ്ങളിലേക്ക് 3 പേരുടെ പേരാണ് പോയത്. ഒറ്റ പേര് നിർദ്ദേശിച്ചുകൊണ്ട് അയക്കുന്ന സംവിധാനമില്ല. ആ 3 പേരിൽ നിന്ന് ഒരാളെ തെരഞ്ഞെടുക്കും. ആ 3 പേരിൽ നിന്ന് സി കൃഷ്ണകുമാറിനൊപ്പം അയച്ച 2 പേരുകൾ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അവർ ശോഭാ സുരേന്ദ്രനാണെങ്കിൽ ശോഭാ സുരേന്ദ്രൻ, എനിക്ക് ആരാണെന്ന് അറിയില്ല. എന്തായാലും ആ മറ്റ് 2 പേരും താല്പര്യമില്ല, ഞങ്ങൾ വില്ലിംഗ് അല്ല എന്ന് പറയുമ്പോൾ പിന്നെ ബാക്കിയുള്ള ഒരാളെ പ്രഖ്യാപിക്കാതെ മത്സരമില്ലാതെ മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. UDF അങ്ങ് ജയിച്ചോട്ടെ എന്ന് കരുതി മാറി നിൽക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ സി കൃഷ്ണകുമാർ വരുന്നു എന്നതല്ലാതെ സി കൃഷ്ണകുമാർ എനിക്ക് പാലക്കാട് കിട്ടിയേ തീരൂ, അങ്ങനെയാണെങ്കിൽ ഇതിനു മുൻപുള്ള തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് അയാൾ മലമ്പുഴയിലേക്ക് പോയി? പാലക്കാട്ട് നിൽക്കാമായിരുന്നല്ലോ. ഈ ശ്രീധരൻ മത്സരിക്കുന്ന വേളയിൽ പാലക്കാട്ട് നിൽക്കാമായിരുന്നു. കാരണം നേരത്തെ ആൻഡോ സാർ സൂചിപ്പിച്ചതുപോലെ സി കൃഷ്ണകുമാറിന്റെ വീട് ഉൾപ്പെടുന്ന മണ്ഡലം എന്ന് പറയുന്നത് പാലക്കാടാണ്. അവിടെ വോട്ടുള്ള സി കൃഷ്ണകുമാർ അവിടെയല്ലേ മത്സരിക്കേണ്ടത്? അല്ലാതെ ഇതുവരെ മത്സരിച്ചിട്ടില്ല. അതാ പറഞ്ഞേ, മലമ്പുഴയിലേക്ക് പോയി മത്സരിക്കേണ്ടല്ലോ. 2 തവണയും മലമ്പുഴയിൽ മത്സരിച്ചു, 2 തവണയും അവിടെ വോട്ട് വർദ്ധിപ്പിച്ചു. അതായത് സ്വന്തം മണ്ഡലത്തിലല്ല, ഇപ്പുറത്തുള്ള മണ്ഡലത്തിൽ അതിർത്തി പങ്കിടുന്നതാണ്. ഈ ശ്രീധരൻ അവിടെ സീറ്റ് കൊടുക്കേണ്ട കാര്യമുണ്ടോ? കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ചൂടെ? അതെ, ഈ ശ്രീധരന് വേണ്ടി, അതായത് അദ്ദേഹത്തിന്റെ വീട് ഉൾപ്പെടുന്ന ഇടങ്ങളിലൊക്കെ പ്രചാരണത്തിനും അദ്ദേഹം ഉണ്ടായിരുന്നു. മലമ്പുഴയിലെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ പ്രചാരണം നടത്തുന്നതിനൊപ്പം ഇവിടെ എല്ലാ പശ്ചാത്തല സൗകര്യം ഒരുക്കാനും സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ സി കൃഷ്ണകുമാർ ഉണ്ടായിരുന്നു എന്നതുകൂടി നമ്മൾ ഓർക്കണം. മാത്രമല്ല നഗരസഭയുടെ ഭരണം അതൊക്കെ ഇതിന് അനുകൂലമായിട്ട് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ് സി കൃഷ്ണകുമാർ എന്ന് ഞാൻ കരുതുന്നില്ല. എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടി ഒരു ഇൻട്രോസ്പെക്ഷനിലേക്ക് പോകട്ടെ. തുടർച്ചയായി ഒരാൾ തന്നെ മത്സരിക്കുന്നു എന്ന ഒരു എതിർവികാരം ആളുകൾക്കുണ്ടെങ്കിൽ അതൊക്കെ മാറ്റി മറ്റൊരു സമീപനത്തിലേക്ക് പോകേണ്ട, ജയസാധ്യത നോക്കിയ ആളുകളെ മത്സരിപ്പിക്കുന്ന, എല്ലാവരുടെയും അഭിപ്രായം എടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകുന്ന അങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ ഒരു പാർട്ടിയുടെ ആഭ്യന്തര ഫോറത്തിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതേക്കുറിച്ച് ഞാൻ എന്തായാലും കമന്റ് ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. എന്തായാലും പ്രകാശ് ജാവ്ദേക്കർ കൃത്യമായി പറഞ്ഞു, എക്സ്പോസ്റ്റും ഇട്ടു. കേട്ടാൽ മനസ്സിലാകാത്തവർക്ക് വേണ്ടി എക്സ്പോസ്റ്റ് അദ്ദേഹം 2 തവണയാണ് ഇട്ടത്. ആരോടും രാജി ആവശ്യപ്പെടുകയോ ആരും രാജിവെക്കുകയോ ചെയ്യുന്നില്ല എന്ന് പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞ സ്ഥിതിക്ക് രാവിലെ മുതലുള്ള ബ്രേക്കിംഗ് ന്യൂസുകൾ അവസാനിച്ചിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കെ സുരേന്ദ്രന്റെ രാജി എന്ന് പറയുന്നത് ആ ഒരു ബ്രേക്കിംഗ് ന്യൂസായി അവസാനിച്ചു. കൃത്യമായി കെ സുരേന്ദ്രൻ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു, ഞാനാണ് അതിന് റെസ്പോൺസിബിൾ എന്ന് പറഞ്ഞതോടുകൂടി ആ വിവാദം അവിടെ അവസാനിക്കുകയാണ്. പൊട്ടിത്തെറിക്കുന്നവർ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. പക്ഷേ അത് പാർട്ടിയുടെ ഫോറങ്ങളിൽ പൊട്ടിത്തെറിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനൊരു തീരുമാനമാകും. മാധ്യമങ്ങളിലെ സൗണ്ട് ബൈറ്റിലൂടെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തില്ല എന്ന് പൊട്ടിത്തെറിക്കുന്നവർ ഓർക്കുന്നത് നല്ലതായിരിക്കും. Meet the editors.